പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ട NSS നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ KB ഗണേഷ് കുമാർ രംഗത്ത്. നടപടിയിൽ ജനാധിപത്യ ധ്വംസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതേസമയം ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ തെറ്റ് തിരുത്തുകയെന്ന് പറഞ്ഞ മന്ത്രി നാമജപ പ്രതിഷേധം നടത്തിയ NSS അംഗങ്ങൾക്കെതിരെ കേസെടുത്ത നടപടിയിൽ ജനം ടിവിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. കഴിഞ്ഞ ദിവസമാണ് NSS നേതൃത്വം ഗണേഷ് കുമാർ പ്രസിഡന്റായിരുന്ന പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടത്. ഗണേഷ് കുമാറിന്റേത് ഏകാധിപത്യ രീതിയാണെന്നും പത്മ കഫേ നിർമ്മാണത്തിൽ ഉൾപ്പെടെ അഴിമതി നടന്നുവെന്നുമാണ് ഭരണസമിതി അംഗങ്ങളുടെ പരാതി. ഇതിനെ തുടർന്ന് 10-ലധികം അംഗങ്ങൾ രാജിവെച്ചു. തുടർന്നാണ് യൂണിയൻ പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. ചതിയന്മാരുടെ പദ്ധതിയാണെന്നും നടപടിയിൽ ജനാധിപത്യ ധ്വംസനമുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും പറഞ്ഞ ഗണേഷ് കുമാർ താൻ നായരുടെ മാത്രം ആളല്ലെന്നും പണം കണ്ട് വളർന്നവൻ തന്നെയാണെന്നും പറഞ്ഞു. ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ. എന്നെ ഒരു ദിവസം രാവിലെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എനിക്കെന്താ, ഞാൻ നായരുടെ മാത്രം ആളല്ലല്ലോ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആളല്ലേ. ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ നായരുടെ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നായരുടെ മാത്രം ആളാണ്. അല്ല, ഞാൻ ഒരു പൊതു സ്വത്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ്. എന്നിൽ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്. എന്നെ പറയാനും എന്നെ നിയന്ത്രിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ തെറ്റിതിരുത്തുകയാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. എന്നാൽ NSS അംഗങ്ങൾ ഉൾപ്പെടെ നാമജപയാത്ര നടത്തിയവർക്കെതിരെ കേസെടുത്തതിലെ നടപടിയെക്കുറിച്ചുള്ള ജനം ടിവിയുടെ ചോദ്യത്തിൽ ഉരുണ്ടുകളിച്ചു. അല്ല, അതൊക്കെ കേസ് നിയമത്തിന്റെ വഴിയാണ്. അത് കോടതിയാണ്, കോടതി തീരുമാനിക്കേണ്ടത്. അതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അന്ന് NSSും മറ്റ് സ്ത്രീകളും ഒക്കെ ഇറങ്ങി സമരം ചെയ്തത് ശബരിമല നാമജപജാഥയാണ്. നാമജപയ്ക്ക് അത് കൂടെ കയറിയിട്ട് പൊതുമുതൽ നശിപ്പിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തവർക്ക് എങ്ങനെ കേസ് ഒഴിവാക്കി കൊടുക്കുന്നത്? ഭക്തജനങ്ങൾ അത് വെച്ചാൽ അത് കൈവച്ചാൽ ഇരുമുടി കെട്ടുമൊക്കെ ആയിട്ട് ആൾക്കാർ അഭിനയിച്ചൊക്കെ കണ്ട അതിന് കേസെടുക്കാതിരിക്കുന്നത്. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം തെറിച്ചതുൾപ്പെടെ ഈയിടെയായി മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും പരാതികളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനാണ് സാധ്യത. എന്തൊക്കെ വന്നാലും പത്തനാപുരത്തുകാർ തന്നെ വിജയിപ്പിക്കുമെന്നതാണ് ഗണേഷ് കുമാറിന്റെ വാദം. ജനം, കൊല്ലം.